ഹലോ മക്കളെ, അപ്പൊ നമ്മൾ പോവേർട്ടി ആസ് എ ചാലഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ ആണല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ പോവേർട്ടിയുടെ ഡിഫറെന്റ് ആസ്പെക്ട്സ് കണ്ടു അല്ലെ, ഡിഫറെന്റ് ആസ്പെക്ട്സ് കണ്ടു. പോവേർട്ടി ലൈൻ കണ്ടു അല്ലെ. പോവേർട്ടി ലൈനിന്റെ ബേസിസിൽ എങ്ങനെയാണ് ആൾക്കാർ ദരിദ്രരാണോ അല്ലെങ്കിൽ എന്താണ് പൈസ ഉള്ള ആൾക്കാരാണോ എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി വേറെ വേറെ കൺട്രീസ് അല്ലെ, ഇന്ത്യ ഉൾപ്പെടെ വേറെ കൺട്രീസുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എങ്ങനെയാണ് നടത്തുന്നത്. പോവേർട്ടി എന്ന് പറയുന്ന സാധനം തന്നെ ടൈമിനനുസരിച്ചും അതുപോലെ തന്നെ പ്ലേസിനനുസരിച്ചും വ്യത്യാസം വരുമെന്നും നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് പോവേർട്ടിയിലുള്ള ഡിക്ലൈനും കാര്യങ്ങളും അതിന്റെ റേഷ്യോസ് കണക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടു. ഓഫ് കോഴ്സ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഫീമെയിൽസ് ഇവർക്കിടയിലൊക്കെ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടു. ആ ഒരു പോവേർട്ടിയിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോവുകയാണ് ഒരു കഥയാണ്, സ്റ്റോറി ഓഫ് ശിവരാമൻ. ശിവരാമൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു കഥയാണ്. ജസ്റ്റ് ആ കഥയും കൂടെ നമുക്ക് വായിച്ചിട്ട് പോവാം. ഓക്കെ. ശിവരാമൻ lives in a small village near Karur town in Tamil Nadu. Karur is famous for its handloom and powerloom fabrics. അപ്പം ശിവരാമൻ എന്ന് പറയുന്ന ഒരാള് തമിഴ്നാട്ടില് കാരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു എന്തുണ്ട്, ഒരു ഹാൻഡ്ലൂം ഉണ്ട്. അവിടെയാണ് അയാള് ലൂം ഫാബ്രിക്സിലാണ് അയാള് ജോലി ചെയ്യുന്നത്. There are 100 families in the village. ആ ഫാമിലിയില് ആ വില്ലേജില് എത്ര ഫാമിലീസ് ഉണ്ട്? 100 ഫാമിലീസ് ഉണ്ട്. ഓക്കെ. ശിവരാമൻ ആൻഡ് അരുന്ധാതിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോബ്ലർ ആണ്. കോബ്ലർ ബൈ കാസ്റ്റ് നൗ വർക്ക്സ് ആസ് ആൻ അഗ്രികൾച്ചറൽ ലേബർ ഫോർ ₹160 per day. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഒരു കോബ്ലർ ആയിട്ടായിരുന്നു ആളായിരുന്നു. പക്ഷെ അയാൾ ഇപ്പൊ ജോലി ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഫീൽഡിലാണ് അല്ലെ. കാരൂർ is famous for its handloom and powerloom fabrics. കാരൂർ ആണ് ആ ഒരു ഹാൻഡ്ലൂം ഫാബ്രിക്സിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ശിവരാമൻ ഒരു അഗ്രികൾച്ചറൽ ലേബറർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഫോർ 160 per day അല്ലെ. അയാൾക്ക് ഒരു ദിവസം ജോലി ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന കൂലി എത്രയാണ്? ഒരു ഫുൾ ഡേ ജോലി ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നത് 160 രൂപയാണ് അല്ലെ, 160. But that's only for 5 to 6 months in a year. ആ ഒരു ജോലി എന്ന് പറയുന്നത് എത്രേ കിട്ടുള്ളൂ? ഒരു വർഷം കംപ്ലീറ്റ് ആയ അയാൾക്ക് ജോലി ഉണ്ടാവില്ല. ഒരു മാസത്തില് ഫുൾ ഡേ കംപ്ലീറ്റ് അയാൾക്ക് ജോലി ഉണ്ടാവില്ല. ഒരു വർഷത്തില് അവർക്ക് 5 or 6 മാസത്തിലെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ. At other times he does all jobs in the town. അപ്പം ബാക്കിയുള്ള മാസങ്ങളിൽ അല്ലെ 5 or 6 മാസം ജോലി ചെയ്യും. ഒരു ദിവസം 160 രൂപ വെച്ചിട്ട് അയാൾക്ക് കൊല്ലം മുഴുവൻ ജീവിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ ബാക്കിയുള്ള സമയങ്ങളിൽ അദ്ദേഹം വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോകും. ഓക്കെ. His wife ശശികല ടു വർക്ക്സ് വിത്ത് ഹിം. അപ്പൊ അയാളുടെ വൈഫായിട്ടുള്ള ശശികലയും അയാളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ബട്ട് ഷീ ക്യാൻ റെയർലി ഫൈൻഡ് വർക്ക് ദോസ് ഡേയ്സ് ആൻഡ് ഈവൻ ഇഫ് ഷീ ഡസ് ഷീ ഈസ് പെയ്ഡ് ₹100 per day for the same work that ശിവരാമൻ does. അപ്പം അയാളുടെ വൈഫും ശശികല എന്ന് പറയുന്ന വൈഫും എന്ത് ചെയ്യുന്നുണ്ട്? ശിവരാമന്റെ കൂടെ ജോലിക്ക് പോവാറുണ്ട്. പക്ഷെ എല്ലാ ദിവസവും പോവാറില്ല, പറ്റുന്നതിനനുസരിച്ച് ജോലി ഉള്ളതിനനുസരിച്ച് പോകും. ആൻഡ് ഓൾസോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശിവരാമൻ ചെയ്യുന്ന സെയിം ജോലി അയാളുടെ വൈഫ് ശശികലയും ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടുന്നത് എത്ര രൂപയാണ്? 100 രൂപയാണ്. അപ്പം 160 രൂപ ശിവരാമന് കിട്ടുന്നുണ്ട്. 100 രൂപയാണ് അതേ ജോലി ഒരു ഫീമെയിൽ ചെയ്യുന്ന സമയത്ത് ഫീമെയിലിന് കൊടുക്കുന്നത് എത്രയാണ്? 100 രൂപയാണ്. മനസ്സിലായോ? ആ ഒരു സാലറിയിലുള്ള ഒരു വ്യത്യാസം കണ്ടോ? പൈസയിൽ പണിയെടുത്തിട്ട് പൈസ കിട്ടുന്നതിലുള്ളൊരു വ്യത്യാസം മനസ്സിലായോ? ഓക്കെ. There are 8 members in the family. Shivaraman's 65-year-old widowed mother is ill. അപ്പം അയാളുടെ 160 രൂപ അയാൾക്കും കിട്ടുന്നുണ്ട്, 100 രൂപ അയാളുടെ വൈഫിനും കിട്ടുന്നുണ്ട്. എല്ലാ ദിവസവും കിട്ടുകയുമില്ല. അപ്പം അയാളുടെ വീട്ടില് എത്ര ആൾക്കാരുള്ളത്? 8 ആൾക്കാരുണ്ട്. അപ്പം ഈ 8 ആൾക്കാർക്ക് എന്തൊക്കെ വേണം? ഭക്ഷണം വേണ്ടേ? വേണം. വസ്ത്രം വേണ്ടേ? വേണം. അപ്പം ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ വേണ്ടേ? വേണം. അപ്പം ഈ 8 ആൾക്കാരും ഉണ്ട്, ഈ ശിവരാമനും ഉണ്ട്. നോക്കാം നമുക്ക്. There are 8 members in the family. Shivaraman's 65-year-old widowed mother is ill and needs to be helped with her daily chores. He has a 25-year-old unmarried sister and 4 children
aged between 1 year to 16 years. അപ്പം 16 വയസ്സ് വരെ പ്രായമുള്ള എത്ര കുട്ടികളുണ്ട്? അയാൾക്ക് 4 മക്കളുണ്ട്. 1 വയസ്സ് മുതൽ 16 വയസ്സിന്റെ ഇടയിലായിട്ടുള്ള 4 മക്കളുണ്ട്. 25 വയസ്സുള്ള ഒരു സിസ്റ്റർ ഉണ്ട് അല്ലെ. അപ്പം ഇത്രയും ആൾക്കാർ അടങ്ങിയിട്ടുള്ള, പിന്നെ ഒരു വിഡോഡ് ആയിട്ടുള്ള ഒരു മദർ ഉണ്ട്. അപ്പൊ അയാൾ ശിവരാമൻ ഉണ്ട്, 4 കുട്ടികളുണ്ട്. പിന്നെ ആരുണ്ട്? ശിവരാമന്റെ വൈഫ് ഉണ്ട്, ശിവരാമന്റെ അമ്മയുണ്ട്, ശിവരാമനൊരു സിസ്റ്റർ ഉണ്ട് അല്ലെ. 3 of them are girls. The youngest is a son. അപ്പം none of the girls go to school. അപ്പം അതില് 4 കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് എന്താണ്? 3 പെൺകുട്ടികളാണ്. അതില് ഏറ്റവും ഇളയ ആളെന്ന് പറയുന്നത് ആൺകുട്ടിയാണ്. none of the girls go to school. അപ്പം ഈ 3 കുട്ടികൾ, മൂത്ത ആൾക്കാർ എന്താണ്? സ്കൂളിലൊന്നും പോകുന്നില്ല. Buying books and other things for school going girls is a luxury he cannot afford. അപ്പം പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോവാന്ന് പറയുന്നത് ഒരു ലക്ഷറി ആണ്. അവർക്ക് ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും, ബാഗും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അത്രയും പൈസ ആർക്ക് വരുന്നില്ല, അത്രയും ഇൻകം ആരുടെ കയ്യിലില്ല? ശിവരാമന്റെ കയ്യിൽ ഇല്ല. Also, he has to get them married at some point of time. So he doesn't want to spend on their education. അപ്പം നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് എന്താണ്? നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് ഫീമെയിൽസിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പം കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്, അങ്ങനത്തെ കാര്യങ്ങള്, പിന്നെ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ശിവരാമന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. So his mother has lost interest in life and his mother has lost interest in life and is just waiting to die someday. അപ്പം ശിവരാമന്റെ അമ്മയ്ക്ക് ഇത്രയും സങ്കടമൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇനി ജീവിക്കണം എന്നൊന്നും ഇല്ല അല്ലെ. His sister and elder daughter take care of the household. അപ്പം അയാളുടെ സിസ്റ്ററും മൂത്ത മകളും ആണ് വീട്ടുജോലികളൊക്കെ ചെയ്യുന്നത്. വൈഫ് ജോലിക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ വീട്ടുജോലികള് അയാളുടെ മൂത്ത കുട്ടിയും പിന്നെ അയാളുടെ ഒരു സിസ്റ്ററും ഉണ്ട് അല്ലെ. അപ്പൊ അവരാണ് വീട്ടുജോലികളൊക്കെ ചെയ്യുന്നത്. ശിവരാമൻ പ്ലാൻസ് ടു സെൻഡ് ഹിസ് സൺ ടു സ്കൂൾ വെൻ ഹി കംസ് ഓഫ് ഏജ്. അപ്പം ശിവരാമന്റെ ഏറ്റവും ഇളയ കുട്ടി ആരാണ്? ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിയെ ശിവരാമന് എന്ത് ചെയ്യണമെന്നുണ്ട്? സ്കൂളിലേക്കൊക്കെ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ശിവരാമന് ഉള്ളത്. ഹിസ് അൺമാരീഡ് സിസ്റ്റർ ഡസ് നോട്ട് ഗെറ്റ് അലോങ് വിത്ത് ഹിസ് വൈഫ്. അപ്പം ശശികല ഫൈൻഡ്സ് ഹർ എ ബർഡൻ ബട്ട് ശിവരാമൻ കാൺട്ട് ഫൈൻഡ് എ സ്യൂട്ടബിൾ ഗ്രൂം ടു ലാക്ക് ഓഫ് മണി. അപ്പം ശിവരാമന്റെ വൈഫിന് എന്താണ്, ഈ ശശികലയെ മീൻസ് ശിവരാമന്റെ സിസ്റ്ററെ ഒന്ന് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് മാച്ച് ആവുന്ന, അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്താവുന്നില്ല, കല്യാണം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. Although the family has difficulty in arranging 2 meals a day, Shivaraman manages to buy milk once in a while but only for his son. അപ്പം അവർക്ക് 2 നേരം തന്നെ ആ 8 പേർ അടങ്ങുന്ന ഒരു ഫാമിലിയിൽ ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് പറ്റുന്നില്ല. പക്ഷെ ശിവരാമൻ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. എന്നിട്ട് സണ്ണിന് എപ്പെങ്കിലൊക്കെ പാലൊക്കെ വാങ്ങിച്ചെടുക്കും. അപ്പൊ ആൺകുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ ഒരു കെയർ അല്ലെ. ആൺകുട്ടി ആകുമ്പോൾ ഒന്ന് എഡ്യൂക്കേഷന് പോകണം, അല്ലെങ്കിൽ സ്കൂളിലേക്ക് വിടണം. അപ്പൊ പെൺകുട്ടികളാകുമ്പം അതൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു ചിന്തയാണ് അല്ലെ. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇത് ശരിയായിട്ടുള്ളൊരു രീതിയാണോ? ശരിയായിട്ടുള്ള ഒരു രീതിയാണോ? അപ്പം ശിവരാമന്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. എല്ലാ ആൾക്കാർക്കും എന്താണ് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്. ശിവരാമന്റെ അവസ്ഥയിൽ നിന്നാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെ. ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ശിവരാമന്റെ അമ്മയ്ക്ക് ഇനി ഒരു ഹോപ്പൊന്നുമില്ല, മരിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ് അല്ലെ. ഓക്കെ. ഇന്റർസ്റ്റേറ്റ് ഡിസ്പാരിറ്റീസ്. ഓരോ സ്റ്റേറ്റിന്റെ ഇന്റർസ്റ്റേറ്റ് ഡിസ്പാരിറ്റീസ് എന്താ പറയുന്നത്? പോവർട്ടി ഇൻ ഇന്ത്യ ഓൾസോ ഹാസ് അനദർ ആസ്പെക്ട് or dimension. The proportion of poor people is not the same in every state. അല്ലെ. ഇന്ത്യയിൽ വേറൊരു ആസ്പെക്ട് ഉണ്ട്. അതായത് എല്ലാ സംസ്ഥാനത്തും, ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 28 സംസ്ഥാനത്തിലും ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരുപോലെയല്ല. 28 സ്ഥലത്ത്. അപ്പൊ കേരളത്തിലുള്ള ദാരിദ്ര്യമല്ല വേറൊരു സ്ഥലത്തുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പം 28 നിങ്ങൾ കാണുന്നില്ലേ, ഈ ബംഗാളിൽ നിന്നൊക്കെ ആൾക്കാർ എന്താണ്, ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദിക്കാരല്ലേ, ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാട്ടിൽ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്.
നമ്മുടെ നാട്ടില് കേരള ഈസ് ആർ ഗൾഫ്, അല്ലെങ്കിൽ അവരങ്ങനെയാണ് പറയുക. നമ്മുടെ നാട്ടിൽ അവർക്ക് എന്തുണ്ട്, അവർക്ക് കുറച്ചും കൂടെ പൈസ അവരുടെ നാട്ടിലെ അപേക്ഷിച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി പൈസ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് അവര് സ്വന്തം സ്ഥലം വിട്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഗൾഫിലോ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എന്താണ് ഫോറിൻ കൺട്രീസ് ആയിട്ടുള്ള, അപ്പം കാനഡയിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ UK പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്? നമ്മളെക്കാളും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവിടെ കൂടുതലാണ് അല്ലെ. നല്ലൊരു ജീവിതം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ, കുറച്ചും കൂടി ഇൻകം കിട്ടുന്നുണ്ട് എന്നൊക്കെ കണ്ടിട്ടാണ് അവര് അങ്ങോട്ടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഹിന്ദി നാട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, കേരളത്തിലേക്ക് വന്നിട്ട് അവർക്ക് കുറച്ചും കൂടി എന്താണ് കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അവര് കേരളത്തിലേക്ക് വരുന്നത്. മനസ്സിലായോ? യെസ്. Poverty in India also has another aspect or dimension. The proportion of poor people is not the same in every state. Although state-level poverty has witnessed a secular decline from the levels of early 70s, the success rate of reducing poverty varies from state to state. അപ്പം നമുക്ക് although state level poverty has witnessed a secular decline from the levels of early 70s. അപ്പം early 70s ഒരു പോവർട്ടി അല്ലെ, 1970 കാലഘട്ടത്തില് ഒരു പോവർട്ടി അല്ലെ, ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ള ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ്, എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെയല്ല കുറഞ്ഞത്. മനസ്സിലായോ? The success rate of reducing poverty varies from state to state. Recent estimates show while the all India headcount ratio was 21.9% in 2011-12, states like Madhya Pradesh, Assam, Uttar Pradesh, Bihar and Odisha have had above all India poverty level. അപ്പം ഈ സ്റ്റേറ്റുകൾ ഏതൊക്കെ സ്റ്റേറ്റുകളാണ്? മധ്യപ്രദേശ്, ആസാം, ഉത്തർപ്രദേശ്, ബീഹാർ ആൻഡ് ഒഡീഷ ഹാഡ് അബവ് ഓൾ ഇന്ത്യ പോവർട്ടി ലെവൽ. ഓക്കെ, അപ്പം HCR എന്താ നിങ്ങൾ ഓർത്തു വെക്കുക, എന്താണ്? ഹെഡ് കൗണ്ട് റേഷ്യോ, HCR. ഓക്കെ, ബീഹാർ ആൻഡ് ഒഡീഷ continue to be the poorest state with poverty ratios of 33.7 and 32.6% respectively. അപ്പം ബീഹാറും ഒഡീഷ ബീഹാർ continue to be two poorest states. അപ്പം ഒഡീഷയും ബീഹാറും എന്താണ് ഇപ്പോഴും എന്തായിട്ടാണ് ഇരിക്കുന്നത്? ഒരു ദാരിദ്ര്യമായിട്ടാണ് ഇരിക്കുന്നത്. റേഷ്യോസ് ഓഫ് 33.7 and 32.6% respectively. Along with rural poverty, urban poverty is also high in Odisha, Madhya Pradesh, Bihar and Uttar Pradesh. അപ്പം ഈ 4 സ്റ്റേറ്റുകൾ ഒഡീഷ, മധ്യപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഒഡീഷ, ബീഹാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒഡീഷ, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഈ 4 സ്റ്റേറ്റുകൾ ഇങ്ങനെ ആലോചിച്ച് വെക്കാം. ഈ 4 സ്റ്റേറ്റില് എവിടെയാണ്? റൂറൽ സ്ഥലത്തും പോവേർട്ടി ആണ്, അർബൻ സ്ഥലങ്ങളിലും പോവേർട്ടി ആണ്. ബോത്ത് ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസിൽ എന്താണ്? പോവേർട്ടി ആണ്. മനസ്സിലായോ? In comparison, there has been a significant decline in poverty in Kerala, Maharashtra, Andhra Pradesh, Tamil Nadu, ഗുജറാത്ത് ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പം ഈ ഒരു കൺട്രീസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്സ് ഏതൊക്കെയാ? ഒഡീഷ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാറിനെ വെച്ച് നോക്കുന്ന സമയത്ത് കേരള, മഹാരാഷ്ട്ര അല്ലെ, നമ്മളെ നെയ്ബർ ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ്. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ. ഇത്രയും സ്റ്റേറ്റുകളിൽ പോവേർട്ടിയിൽ എന്തുണ്ട്? കുറച്ചൊരു കുറവുണ്ട് അല്ലെ. പോവേർട്ടിന്റെ റേഷ്യോസിൽ കുറച്ചൊരു ഡിക്ലൈൻ ഉണ്ട്. ഓക്കെ, states like Punjab and Haryana have traditionally succeeded in reducing poverty with the help of high agricultural growth rates. States like Punjabum Haryanayum have traditionally succeeded in reducing poverty with the help of high agricultural growth rates. പഞ്ചാബും ഹരിയാനയും അവിടെ നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്തിട്ട് അവിടെ എന്തുണ്ടായിട്ടുണ്ട്? അവർക്കൊരു പോവേർട്ടി കുറച്ച് കുറഞ്ഞല്ലേ, കൃഷിയൊക്കെ ചെയ്ത് നല്ല ഇൻകം കിട്ടാൻ തുടങ്ങിയതിന് ശേഷം ആ ഹരിയാനയിലും പഞ്ചാബിലൊക്കെ എന്താണ് കുറച്ച് പോവേർട്ടി റേറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്.
കേരള ഹാസ് ഫോക്കസ്ഡ് മോർ ഓൺ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. അപ്പം നമ്മൾ കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്തത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അല്ലെ. മനുഷ്യനെ എന്ത് ചെയ്യുക, നമ്മുടെ റിസോഴ്സസ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യും. അതാണ് മനുഷ്യൻ, ഹ്യൂമൻ എന്ന് പറയുന്ന റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാണ് കേരള ചെയ്യുന്നത്. ഇൻ വെസ്റ്റ് ബംഗാൾ ലാൻഡ് റീഫോം മെഷേഴ്സ് ഹാവ് ഹെൽപ്ഡ് ഇൻ റെഡ്യൂസിങ് പോവർട്ടി. അപ്പം ഓരോ ഈ പോവർട്ടി എന്ന് പറയുന്ന സിറ്റുവേഷനെ ഓരോരോ സ്റ്റേറ്റും ഓരോരോ ആസ്പെക്ടിലാണ് നോക്കിക്കണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം പഞ്ചാബിലും ഹരിയാനയിലൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ കൃഷി, അഗ്രികൾച്ചറൽ ഫീൽഡിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ്. വെസ്റ്റ് ബംഗാളിൽ എന്താ നോക്കിയത്, അവര് ലാൻഡ് റീഫോം മെഷേഴ്സ് ഹാവ് ഹെൽപ്ഡ് ഇൻ റെഡ്യൂസിങ് പോവർട്ടി. ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാടു public distribution of food grains could have been responsible for the improvement. അപ്പം ഓരോ സ്റ്റേറ്റുകളും പോവർട്ടി മാറ്റാൻ വേണ്ടിയിട്ട് ഓരോരോ മെഷേഴ്സ് ആണ് അഡോപ്റ്റ് ചെയ്തത്. എന്തൊക്കെയാണ്? പഞ്ചാബും ഹരിയാനയും എന്താണ്? പഞ്ചാബ് ഹരിയാന എന്താണ്? അഗ്രികൾച്ചറൽ. ഇനി കേരള ആണെങ്കിൽ ഇങ്ങനെ എഴുതി പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കേട്ടോ. കേരള ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഇനി വെസ്റ്റ് ബംഗാൾ ആണെന്നുണ്ടെങ്കിൽ ലാൻഡ് റീഫോം മെഷേഴ്സ് അല്ലെ, ലാൻഡ് റീഫോം മെഷേഴ്സ്. പിന്നെ ആന്ധ്രാപ്രദേശ് ആണെന്നുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശാണ്, അരുണാചൽ പ്രദേശ് അല്ല, ആന്ധ്രാപ്രദേശും തമിഴ്നാടു ആൻഡ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് അല്ലെ, ഫുഡ് ഗ്രെയിൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാരണമാണ് അവര് പോവർട്ടി റെഡ്യൂസ് ചെയ്തത്. അപ്പൊ ഓരോ സ്റ്റേറ്റുകളും ഓരോരോ രീതിയിലാണ് പോവർട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയെ എന്ത് ചെയ്തത്, ഇംപ്രൂവ്മെന്റ് ചെയ്തത്. ഓക്കെ, ഗ്ലോബൽ പോവർട്ടി സിനാരിയോ. The proportion of people in different countries living in extreme economic poverty, defined by the World Bank as living on less than $2.15 per day, has fallen from 16.27% in 2010 to 9.05% in 2019. മനസ്സിലായോ? എങ്ങനെയാണ് പോവർട്ടി? ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയെ നമുക്ക് വേറൊരു കൺട്രി അല്ലെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കാർ ഉള്ളതും കാർ ഇല്ലാത്തതും, ലക്ഷറി അല്ലാത്തതും അല്ലെ, അപ്പം ലക്ഷറി പൂറും, അപ്പം ആ ഒരു വ്യത്യാസം. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് ഉപയോഗിക്കുന്ന ഒരു മെഷർ എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈൻഡ് ബൈ വേൾഡ് ബാങ്ക് ആസ് ലിവിങ് ഓൺ ലെസ് ദാൻ 2.5 per day അല്ലെ. 2.5 per ഡേയിൽ കുറവുള്ള ആൾക്കാരാണ് 16.27 നിന്നും 9.05 ആയിട്ട് മാറി അല്ലെ. അപ്പം ഇത്രയും കൂടിയ സ്ഥലത്ത് നിന്നും എന്താണ് 9.05% ആയിട്ട് 2019 ആയപ്പോഴത്തേക്കും വ്യത്യാസം വന്നു. അപ്പം പോവർട്ടി കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. Although there has been a substantial reduction in global poverty, it is marked with great regional differences. അപ്പം ഇത് നമ്മുടെ ലോകത്തിന്റെ മൊത്തം കണക്കാണ് കേട്ടോ, വേൾഡിന്റെ കണക്കാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഓരോരോ സ്ഥലത്തനുസരിച്ച് നോക്കുമ്പോൾ ഇതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ ഇന്ത്യയെ കണ്ടില്ലേ, ഇന്ത്യയിൽ മൊത്തത്തിൽ പറയുന്ന കണക്കല്ല ഓരോരോ സ്റ്റേറ്റ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ വേൾഡ് മൊത്തം കിട്ടുന്ന കണക്കല്ല ഓരോരോ രാജ്യങ്ങളായിട്ട് എടുത്ത് നോക്കുമ്പോൾ കിട്ടും. ഓക്കെ, poverty declined substantially in China and Southeast Asian countries as a result of rapid economic growth and massive investment in human resource development. അപ്പം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് കൊണ്ടാണ് ചൈനയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലും റാപ്പിഡ് ആയിട്ട് പോവർട്ടി കുറഞ്ഞത്. ചൈന, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ആ പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കണേ മക്കളെ, അത് ഇമ്പോർട്ടന്റ് ആണ്. Number of poor in China has come down from 2.1% in 2014 to 1.2% in 2015
8.1% in 2020. അപ്പൊ നിങ്ങൾ ആലോചിക്കണേ, എത്രയിൽ നിന്നാണ് അല്ലെ, എത്ര വർഷം കൊണ്ടാണ് 2014 നിന്നും അല്ലെ 2014 നിന്നും 2020 അല്ലെ 2020 ഒരു 6 വർഷം കൊണ്ടാണ് ഇത്രയും വലിയൊരു ചേഞ്ചസ് ചൈന ഉണ്ടാക്കിയിട്ടുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2014 1.2 അല്ലെ 1.2 ഉണ്ടായിരുന്നു. 2020 ആയ സമയത്ത് അത് 10-1 കുറഞ്ഞു അല്ലെ, 0.1 ആയിട്ട് കുറഞ്ഞു. വിത്തിൻ 6 years അല്ലെ, 6 വർഷങ്ങൾ കൊണ്ട് ചൈന എന്ത് ചെയ്തു, അത് സെറ്റാക്കി എടുത്തു അല്ലെ. പോവർട്ടി കുറച്ച് കൊണ്ടുവന്നു. ഇൻ ദ കൺട്രീസ് ഓഫ് സൗത്ത് ഏഷ്യ, സൗത്ത് ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇന്ത്യ വരും, പാകിസ്ഥാൻ വരും, ശ്രീലങ്ക വരും, നേപ്പാൾ വരും, ബംഗ്ലാദേശ് വരും, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് മാൽഡീവ്സ്. ദ ഡിക്ലൈൻ ഹാസ് ഓൾസോ ബീൻ റാപ്പിഡ് 12.8% in 2017 to 10.9% in 2021. അപ്പം 4 വർഷം കൊണ്ട് അല്ലെ, 2017 മുതൽ 2021 കൊണ്ട് 4 വർഷം കൊണ്ട് ഈ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് ഇങ്ങനെ കണ്ട സൗത്ത് ഏഷ്യൻ കൺട്രീസ് ഒക്കെ എന്ത് ചെയ്തു, മൊത്തം കൺട്രീസ് എടുത്ത് നോക്കുമ്പോൾ 12.8 എന്ന് പറയുന്ന ഒരു പോവർട്ടിയിൽ നിന്നും 10.9 ആയിട്ട് കുറഞ്ഞു. അതും ഒരു കുറവാണ് അല്ലെ, അതും ഒരു കുറവാണ്. With decline in the percentage of the poor, the number of poor has also declined significantly from 233 million in 2017 to 207 million in 2021. അപ്പം ഈ ഒരു പെർസെൻറ്റേജ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ദാരിദ്ര്യമുള്ള ആൾക്കാരുടെ എണ്ണം കുറയാന്നാണ് അല്ലെ. അപ്പം 2017 233 മില്യൺ ആൾക്കാര് ദാരിദ്ര്യരായിട്ട് ഈ കൺട്രിയിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 2021 ആയ സമയത്ത് അത് കുറഞ്ഞു അല്ലെ. 2021 ആയ സമയത്ത് 207 മില്യൺ ആയിട്ട്, അപ്പോഴും ദാരിദ്ര്യമുണ്ട് അല്ലെ. 207 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 207 × 10 ലക്ഷം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും ഈ കൺട്രികളിൽ. മനസ്സിലായോ? അപ്പം ദാരിദ്ര്യം എന്ന് പറയുന്ന ആ ഒരു ബേസിക് നീഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഇത്രയും ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർ കുറവുണ്ട് അല്ലെ. 233 മില്യണിൽ നിന്നും 207 മില്യൺ ആയിട്ട് കുറഞ്ഞിട്ടുമുണ്ട്. ശരിയല്ലേ? യെസ്. Because of different poverty line definition, poverty in India is also shown higher than the national estimates. In sub-Saharan Africa, poverty in fact declined from 36.6% in 2017 to 35.4% in 2019. അപ്പം സബ്-സഹാറൻ ആഫ്രിക്കയിലും പോവർട്ടി കുറഞ്ഞിട്ടുണ്ട്. In Latin America and Caribbean, the ratio of poverty has increased from 4.4% in 2017 to 4.6% in 2021. അപ്പം ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. ലാറ്റിൻ അമേരിക്കേന്റെ കേസ് എന്താ സംഭവിച്ചിട്ടുള്ളത്, അവിടെ പോവർട്ടി കൂടുകയാണ് ചെയ്തത് അല്ലെ, ഇൻക്രീസ് ആണ്. എല്ലാ ആൾക്കാരും ആന്റി പോവർട്ടി മെഷേഴ്സ് അല്ലെ, പോവർട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് ഈ സ്ഥലങ്ങളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, പോവർട്ടിയുടെ തോത് കൂടി അല്ലെ. 4.4% in 2017 to 4.6% in 2021. Poverty has also resurfaced at 3% in 2000 in some of the former socialist countries like Russia, where officially it was non-existent earlier. അപ്പം ഈ കണക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. എവിടെയാണ് പോവർട്ടിയിൽ കൂടുതൽ വന്നത്, അല്ലെങ്കിൽ എവിടെയാണ് പോവർട്ടി കുറഞ്ഞത്, പോവർട്ടി കുറയാൻ വേണ്ടിയിട്ട് അവരെടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയായിരുന്നു എന്ന് കറക്റ്റ് ആയിട്ട് മക്കള് ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പോവർട്ടിയുടെ കാരണങ്ങൾ. കോസസ് ഓഫ് പോവർട്ടി. കോസസ് ഓഫ് പോവർട്ടി, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പോവർട്ടി ഉണ്ടാവുക അറിയാം അല്ലെ. നമുക്ക് പോവർട്ടി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ. വിദ്യാഭ്യാസമില്ല, ഭക്ഷണമില്ല, പ്യുവർ ആയിട്ടുള്ള വെള്ളമില്ല, അല്ലെങ്കിൽ ഹൗസ് ഇല്ല, ഷെൽട്ടർ ഇല്ല, ഇതൊക്കെ നമ്മൾ പോവർട്ടീന്റെ, ഹെൽത്ത് ഫെസിലിറ്റീസ് ഇല്ല, ഇതൊക്കെ നമ്മൾ പോവർട്ടീന്റെ അണ്ടറിൽ തന്നെയാണ് പറയാം. So there were a number of causes for the widespread poverty in India. One historical reason is the low level of economic development under the British colonial administration.
അപ്പം ബ്രിട്ടീഷ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിലുള്ള എന്താണ് പൂർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് റീസൺ ആയിട്ട് ഹിസ്റ്റോറിക്കൽ റീസൺ അല്ലെ. ചരിത്രത്തിൽ എടുത്ത് നോക്കുമ്പോൾ, ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ഹിസ്റ്ററിയിലെ റീസൺ എന്താണ്? ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദ ബ്രിട്ടീഷ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ. ബ്രിട്ടീഷിന്റെ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷന്റെ സമയത്തുള്ള ലോ ലെവൽ ഓഫ് ഡെവലപ്മെന്റ്. ആ സമയത്ത് ഇന്ത്യ ഡെവലപ്ഡ് ആയില്ല, അതുകൊണ്ട് ഇപ്പോഴും ഡെവലപ്ഡ് ആയിട്ടല്ല ഉള്ളത്. The policies of the colonial government ruined traditional handicrafts and discouraged development of industries like textiles. The low rate of growth persisted until the 1980s. അപ്പം ഇന്ത്യയിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മളുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്തായിരുന്നു, നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ട മെറ്റീരിയൽസ് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ചെയ്തത്. പക്ഷെ ഫാക്ടറി ഒക്കെ വന്നിട്ട് ആ ഒരു സമയത്ത് അവിടുന്ന് എന്ത് ചെയ്തു, ഫോറിൻ കൺട്രീസിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മളുടെ ഇവിടേക്ക് മെറ്റീരിയൽസ് കൊണ്ടുവന്നു. അപ്പം നമ്മളുടെ നാട്ടില് എന്താണ് കുറഞ്ഞ വിലയ്ക്ക് അത് വിൽക്കാൻ തുടങ്ങി. നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും ജോലി ഇല്ലാതായിപ്പോയി. അപ്പൊ നമ്മുടെ നാട്ടില് ആൾക്കാർ ജോലി ചെയ്ത് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാ വിറ്റ് ജീവിച്ചോണ്ടിരുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാര്. പക്ഷെ ഇന്ത്യക്കാർക്ക് ജോലി ഇല്ലാണ്ടായിപ്പോയി. ബ്രിട്ടീഷുകാര് ഇവിടുന്ന് സാധനം മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോയിട്ട് അവിടുന്ന് സാധനം ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ഇവിടെ തന്നെ എന്ത് ചെയ്യുക, മാർക്കറ്റിംഗ് ചെയ്യാം. അങ്ങനെ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ജോലി ഇല്ലാതായിപ്പോയി, അവർക്ക് കുറെ ഇൻകം ഇല്ലാതായിപ്പോയി, അവര് ദരിദ്രരായിട്ട് ജീവിക്കാൻ തുടങ്ങി. അവര് ദരിദ്രരായപ്പം അവരുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാൻ തുടങ്ങി, ദരിദ്രരാവാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഫസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ റീസൺ എന്ന് പറയുന്നത് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദി ബ്രിട്ടീഷ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ. മനസ്സിലായോ? ഓക്കെ. സോ this resulted in less job opportunities and low growth rate of incomes. അപ്പം അത് കാരണം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു, ഗ്രോത്ത് റേറ്റ് ഓഫ് ഇൻകമും കുറഞ്ഞു. This was accompanied by high growth rate of population. അപ്പം ആൾക്കാരുടെ ഇൻകം കുറഞ്ഞു, ആൾക്കാരുടെ എണ്ണം കൂടി, പോപ്പുലേഷൻ റേറ്റ് കൂടി, ആൾക്കാര് ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങി. പോപ്പുലേഷൻ റേറ്റ് കൂടിയാൽ എന്താ സംഭവിക്കുക? ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പോപ്പുലേഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് അതെ അതിനനുസരിച്ച് എന്തും വേണം മക്കളെ. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്തും വേണം, അവർക്കൊക്കെ ഉള്ള ഭക്ഷണം കൊടുക്കണ്ടേ, ആൾക്കാരുടെ എണ്ണം അതിനനുസരിച്ചുള്ള റിസോഴ്സസ് വേണ്ടേ, ഫുഡ് ആണെങ്കിലും വെള്ളമാണെങ്കിലും ഷെൽട്ടർ ആണെങ്കിലും ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ എന്താണ്, ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇതൊക്കെ നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പം അതിനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ വേണം. അപ്പം ഒന്ന് ജോബ് ഓപ്പർച്യൂണിറ്റി കുറയുകയും ചെയ്തു, ജോബ് ഉണ്ടെങ്കിലേ പൈസ വരുള്ളൂ, പക്ഷെ പോപ്പുലേഷൻ കൂടുകയും ചെയ്തു. അപ്പം നമ്മൾ വീണ്ടും എന്താവാണ്, പോവർട്ടിയിലേക്കല്ലേ നയിക്കുന്നത്. യെസ്, the two combine to make the growth of rate of per capita income very low. അല്ലെ, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന ആവറേജ് വേജ് ആണ് അല്ലെ, അത് കുറയാൻ തുടങ്ങി. The failure at both the fronts, അതായത് promotion of economic growth and population control perpetuated the cycle of poverty. അപ്പം ഒന്ന് ജോബ് ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു, അതായത് എക്കണോമി കുറഞ്ഞു, പോപ്പുലേഷൻ കൂടി, അപ്പൊ പോവർട്ടി ഉണ്ടായി. മനസ്സിലായോ? Yes. With the spread of irrigation and the green revolution, ഹരിത വിപ്ലവം എന്നാ മലയാളത്തിൽ പറയാം. എന്താ ഗ്രീൻ റെവല്യൂഷൻ? ആൾക്കാരുടെ എണ്ണം കൂടി, അപ്പം എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഒരു മെത്തേഡാണ് ഗ്രീൻ റെവല്യൂഷൻ. മെനി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വെയർ ക്രിയേറ്റഡ് ഇൻ ദി അഗ്രികൾച്ചർ സെക്ടർ. അപ്പം എന്താണ്, ഇത്രയും പോപ്പുലേഷൻ കൂടി, ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം വേണം, അതിനു വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കി അഗ്രികൾച്ചർ സെക്ടറിൽ ആൾക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടി തുടങ്ങി അല്ലെ, ഇറിഗേഷനും. ബട്ട് ഇഫക്ട് വർ ലിമിറ്റഡ് ടു സം പാർട്സ് ഓഫ് ഇന്ത്യ. പക്ഷേ ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും ജോലി കിട്ടാനോ അല്ലെ ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും ഇൻവോൾവ് ആയിട്ട് കൃഷി ചെയ്യാനോ പറ്റുമോ? ഇല്ല. അപ്പം ഈ ഒരു സംഭവത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ റെവല്യൂഷനിലൂടെ ജോലി കിട്ടിയ ആൾക്കാരുടെ എണ്ണം എന്താണ്, കുറവ് തന്നെയാണ് അല്ലെ. അപ്പം കുറെ ആൾക്കാർക്ക് പോവർട്ടി മാറിക്കിട്ടി, പക്ഷെ ഇന്ത്യയിലെ മൊത്തം നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ജോബ് ഒന്നും അതില് ഉണ്ടായിരുന്നില്ല. The industries both in the public and the private sector did provide some jobs,
but these were not enough to absorb all the job seekers. അപ്പം പബ്ലിക് സെക്ടറിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ അത്രയും പോപ്പുലേഷൻ ഉണ്ടല്ലേ, ജോബ് ഉണ്ട്, പക്ഷെ അതിനനുസരിച്ച് ആൾക്കാരും ഉണ്ടല്ലേ. ജോബ് ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും കൃഷി ചെയ്യാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആണോ? ഇല്ല. അപ്പൊ ഈ കൃഷി എല്ലാ ആൾക്കാർക്കും കൃഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ലാഭം ഉള്ള ആൾക്കാർ ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുമ്പോഴല്ലേ അവിടെ ഒരു എന്താ നടക്കുന്നത്, ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നത്. അപ്പൊ എല്ലാ ആൾക്കാരും കൃഷിക്ക് അങ്ങനെ ഇറങ്ങാനുള്ള സാഹചര്യമില്ല. എല്ലാ ആൾക്കാരും ലാൻഡ് ഓണിംഗ് ഒന്നും അല്ല. അപ്പം ഉള്ള ആൾക്കാരുമുണ്ട്, ഇല്ലാത്ത ആൾക്കാരുമുണ്ട്. അപ്പം ഈ പോപ്പുലേഷന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ എല്ലാ പോപ്പുലേഷനും പബ്ലിക് സെക്ടറിലായാലും ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള സെക്ടറിലാണെങ്കിലും ജോലി കൊടുക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. അപ്പൊ അതൊക്കെ എന്തിലേക്ക് ലീഡ് ചെയ്യും? പോവർട്ടിയിലേക്ക് ലീഡ് ചെയ്യും. Unable to find proper jobs in cities, many people started working as rickshaw pullers, vendors, construction workers, domestic servants, etc. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജോലി കിട്ടുന്നില്ല. ജോലി ഇല്ലെങ്കിൽ പൈസ ഇല്ല, പൈസ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും എന്ത് ചെയ്യാണ്, പല പല ജോലികൾ അല്ലെ, കിട്ടുന്ന ജോലി ചെയ്യാണ് അല്ലെ. നമുക്ക് പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അപ്പൊ കിട്ടുന്ന ജോലി എന്താണോ അത് ചെയ്യാം. അപ്പം പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, റിക്ഷാ പുള്ളർ ഉണ്ട്, ഡൊമസ്റ്റിക് സർവൻസ് അല്ലെ, വീട്ടു ജോലിക്ക് സഹായിക്കാൻ വേണ്ടി പോവുക അല്ലെ. സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാക്കുക അല്ലെ, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ. With irregular small incomes, these people could not afford expensive housing അല്ലെ. ഇറഗുലർ ആയിട്ട് ജോലി ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് എല്ലാ ദിവസവും ജോലി വേണമെന്നില്ല അല്ലെ, എല്ലാ ദിവസവും ജോലി കിട്ടൂല. അപ്പം ജോലിയുള്ള ദിവസം അവർക്ക് എന്തെങ്കിലും ഒരു കുറഞ്ഞൊരു പൈസ വരുമാനം കിട്ടും, കൂലി കിട്ടും. അപ്പം ജോലി ഇല്ലാത്ത ദിവസം അവര് പട്ടിണിയാവും. അപ്പം ഇറഗുലർ ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ അല്ലെ, സ്ഥിരമായിട്ടൊരു ജോലി, സ്ഥിരമായിട്ടൊരു വരുമാനം എന്നൊരു സംഭവമില്ല. എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോവുക, എന്തെങ്കിലുമൊക്കെ ഇൻകം കിട്ടുക, ആ ഒരു രീതിയിലുള്ള ഒരു ഇത് അവർക്ക് എക്സ്പെൻസീവ് ആയിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല അല്ലെ. അവരപ്പോഴും പോവർട്ടിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. They started living in slums on the outskirts of the cities and on the problems of poverty. Largely a rural phenomenon also became the feature of the urban sector. സാധാരണ നമ്മള് പോവർട്ടി എന്ന് പറയുന്നത് റൂറൽ ഏരിയയിലാണ് അല്ലെ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര്. പക്ഷെ അർബൻ ഏരിയയിലും എന്തുണ്ട്, പോവർട്ടി സ്പ്രെഡ് ആവുകയാണ്. Another feature of high poverty rates has been the huge income inequalities. ഇൻകം ഇൻഈക്വാലിറ്റിയും എന്താണ്, ഒരു പോവർട്ടിയുടെ റീസൺ ആണ്. ഇൻകം ഇൻഈക്വാലിറ്റി അതായത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരേ ജോലി ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ രണ്ടാൾക്കാർ ഇപ്പം അത് എന്തിന്റെ ബേസിസ്, ജെൻഡറിന്റെ ബേസിസിൽ. ഇപ്പം ഫീമെയിൽസ് തന്നെ മെയില് ചെയ്യുന്ന സെയിം ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽസിന് പൈസ കുറച്ച് കൊടുക്കുക. സെയിം ജോലി ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ പൈസ കുറച്ച് കൊടുക്കുക. അപ്പൊ പൈസ കുറഞ്ഞ പൈസക്ക് ട്രെയിൻ ഇരുന്ന് കഷ്ടപ്പെടാണ് അല്ലെ, ജീവിതം മൊത്തം ഡെഡിക്കേറ്റ് ചെയ്ത് ജോലി ചെയ്യാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പം ആ ഒരു സ്ഥിതി അതെന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്, അൾട്ടിമേറ്റ് ആയിട്ട് പോവർട്ടിയിലേക്ക് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ശരിയല്ലേ? യെസ്. One of the major reasons for this is the unequal distribution of land and other resources. Despite many policies, we have not been able to tackle the issue in a meaningful manner. Major policy initiatives like land reforms, which aimed at redistribution of assets in rural areas, have not been implemented properly and effectively by most of the state governments. അപ്പോൾ പല ആൾക്കാർക്കും ലാൻഡ് ഒന്നുമില്ല അല്ലെ, ലാൻഡ് ഇല്ലാത്ത പ്രശ്നമുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഭൂപരിഷ്കരണ നിയമമൊക്കെ അല്ലെ, അവർക്ക് അങ്ങനെ ഒരുപാട് നിയമങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലാൻഡ് റീഫോർമേഷന് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനും പറ്റിയിട്ടില്ല. അപ്പം എന്ത് സംഭവിച്ചു, പോവർട്ടി വീണ്ടും പോവർട്ടി തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദാരിദ്ര്യം കൂടുന്നു. Since lack of land resources has been one of the major causes of poverty in India, proper implementation of policy could have improved the life of millions of rural poor. Many other socio-cultural and economic factors also are responsible for poverty.
in order to fulfill social obligations and observe religious ceremonies, people in India, including the very poor, spend a lot of money. ഓക്കെ, നമുക്ക് ഒബ്ലിഗേഷൻസും നമുക്ക് കുറെ ചടങ്ങുകൾ, മന്ത്രങ്ങൾ, ആചാരങ്ങൾ, അല്ലെങ്കിൽ വേറെ ഒരുപാട് സെറമണീസ്, കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുവർ ആയിട്ടുള്ള ആൾക്കാർക്കും വെരി പുവർ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി. Small farmers need money to buy agricultural inputs like seeds, fertilizer, pesticides, etc. Since poor people hardly have any savings, they borrow. അപ്പം ചെറുകിട കർഷകരുണ്ടാവും അല്ലെ, പൈസയൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് കൃഷി ചെയ്യാൻ അറിയായിരിക്കും, പക്ഷെ അവർക്ക് ലാൻഡ് ഒന്നും ഉണ്ടാവില്ല, അവർക്ക് വേണ്ട സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും വിത്ത് വേണ്ടേ, വളം വേണ്ടേ, അതിന് കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വേണ്ടേ. അപ്പം ഇതൊക്കെ അവർക്ക് വാങ്ങണം. ഇതൊക്കെ അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ? പൈസ ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? അവര് കടം വാങ്ങണം അല്ലെ, ബറോ ചെയ്യണം. ബറോ ചെയ്ത് കഴിഞ്ഞാൽ അണേബിൾ ടു റീപേ ബിക്കോസ് ഓഫ് പോവർട്ടി. അവര് ദാരിദ്ര്യമായിട്ടാണ് അവരെന്ത് ചെയ്തത്? കടം വാങ്ങി കൃഷി ചെയ്യുന്നത്. പക്ഷെ കടം വാങ്ങിയ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കാൻ അവരുടെ കയ്യിലില്ല, അവർക്ക് ദാരിദ്ര്യമാണ് അല്ലെ. They become victims of indebtedness. So the high level of indebtedness is both the cause and effect of poverty. അപ്പം കടക്കെണി എന്ന് പറയുന്നത് അല്ലെ, ഇൻഡെപ്റ്റഡ്നെസ് ആണ് both the cause and effect of poverty. പോവർട്ടിന്റെ കാരണവും കടമാണ്, പോവർട്ടി കാരണം ഉണ്ടാവുന്നതും കടമാണ് അല്ലെ. കാരണം റീസൺ എന്ന് പറയുന്നത് കടം, ഡെപ്റ്റ് അല്ലെ, ബറോ ചെയ്തിട്ടാണ് വരുന്നത്. ആൻഡ് അത് പോവർട്ടി കാരണം തന്നെയാണ് നമ്മൾ വീണ്ടും ഇൻഡെപ്റ്റഡ്നെസ് ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പം ഇതാണ് പോവർട്ടിയെ പറ്റിയിട്ട് പറയാനുള്ളത് അല്ലെ. ഫാമേഴ്സ് കടം വാങ്ങുന്നു, കടം വീട്ടാൻ പറ്റുന്നില്ല, പോവർട്ടി, ദാരിദ്ര്യം. ഇനി ഇന്ത്യയില് പോവർട്ടി പോവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോവർട്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, പോവർട്ടി നീക്കം ചെയ്ത് ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യം വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഓക്കെ, ഈ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇത്. എന്താണ്? ആന്റി പോവർട്ടി മെഷേഴ്സ്. ആന്റി പോവർട്ടി മെഷേഴ്സ്. അപ്പൊ പോവർട്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് ചെയ്യാൻ വേണ്ടി പറ്റും? ആന്റി പോവർട്ടി മെഷേഴ്സ്. Removal of poverty has been one of the major objectives of Indian developmental strategy. അല്ലെ, പോവർട്ടി ഇന്ത്യയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പം ഇന്ത്യ കോളനി ബ്രിട്ടീഷുകാരൊക്കെ വന്ന് പോയി, ഇന്ത്യ ഒരുപാട് നശിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇന്ത്യയെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ത്യയെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ പോവർട്ടി ഇറാഡിക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എയിം അല്ലെ, അല്ലെ ടാർഗറ്റ്. അങ്ങനെയാണെങ്കിലാണ് പോവർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞാലാണ് ഇന്ത്യ ഡെവലപ്ഡ് ആയി എന്ന് പറയാം അല്ലെ. അപ്പൊ പോവർട്ടി ഇറാഡിക്കേഷൻ, ഇതാണ് ഡെവലപ്മെന്റൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. The current anti-poverty strategy of the government is broadly on two planks. എന്തൊക്കെയാ? പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ടാർഗറ്റഡ് anti-poverty programs. ഒന്ന്, എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക അല്ലെ, സാമ്പത്തിക വളർച്ച അല്ലെ, പൈസ ഉണ്ടാവുന്നത്, കൂടുതൽ ഉണ്ടാവുന്നത് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ കുറച്ച് ആന്റി പോവർട്ടി മെഷേഴ്സ് ഒക്കെ കൊടുക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ആന്റി പോവർട്ടി ആയിട്ട് ചെയ്യാൻ വരുന്നത്? Over a period of 30 years lasting up to the early 80s, there were little per capita income growth and not much reduction in poverty. അപ്പം ഏർലി 80s അതായത് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ആദ്യത്തെ 33 ഡെക്കാഡ്സ് അല്ലെ, ആദ്യത്തെ 30 വർഷങ്ങളൊന്നും വലിയൊരു ഇംപ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലിറ്റിൽ പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് ആൻഡ് നോട്ട് മച്ച് റിഡക്ഷൻ ഇൻ പോവർട്ടി. പോവർട്ടിയിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. Official poverty estimates, which were about 45% in the early 1950s, remain the same even in the early 80s. അതായത് ഏർലി 1950s എങ്ങനെയാണോ നമ്മുടെ പോവർട്ടി ലെവൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് 1980s ഉണ്ടായിരുന്നത്. അതായത് 30 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ നേരത്തെ പോവർട്ടിന്റെ വ്യത്യാസങ്ങളൊക്കെ കണ്ടു അല്ലെ. ഇപ്പൊ ഒരു 2017 മുതൽ 2021 വരെ ചിലപ്പോൾ ചൈനയിലൊക്കെ വല്ലാണ്ട് കുറഞ്ഞു അല്ലെ. അപ്പം അത്രയും പോവർട്ടിയിൽ വ്യത്യാസം വന്നു. പക്ഷെ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ ഒരു സമയത്ത്, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ ഒരു സമയത്ത് ഫുൾ തകർന്ന് തരിപ്പണത്തിൽ നിൽക്കണം അല്ലെ. നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പം
30 വർഷം കൊണ്ടും ഇന്ത്യക്ക് പോവേർട്ടി എന്ന് പറയുന്ന സാധനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. Since the 80s, India's economic growth has been one of the fastest in the world. അപ്പം 80s കുറച്ചും കൂടി ഫാസ്റ്റസ്റ്റ് ഇൻ ദ വേൾഡ് ആയിരുന്നു. The growth rate jumped from the average of about 3.5% a year in 1970s to about 6% during the 1980s and 1990s. അപ്പം 80s വരെ, ഏർലി 80s വരെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു വലിയൊരു ചേഞ്ച് അല്ലെ. ആ ഒരു 30 വർഷം വലിയൊരു ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമുള്ള 1880s ആൻഡ് 1890s എന്ന് പറയുന്നത് പെട്ടെന്ന് ഇന്ത്യയിൽ വലിയൊരു ഗ്രോത്ത് അല്ലെങ്കിൽ വലിയൊരു ചേഞ്ച് വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്താണ്, 3.5 ആയിരുന്നു ആദ്യത്തെ ഗ്രോത്ത് റേറ്റ്, അത് 6% അല്ലെ, ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടില്ല. 7 ആയി കഴിഞ്ഞാൽ ഡബിൾ ആവും, പക്ഷെ 6.6% ആയിട്ട് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. പോവേർട്ടീന്റെ ഒരു കുറവ്, ഒരു എന്താണ്, ജമ്പ് ചെയ്യാണ് അത് ചെയ്യുന്നത്, ഗ്രോത്ത്. Higher growth rates have developed significantly in the reduction of poverty. Therefore, it is becoming clear that there is a strong link between economic growth and poverty reduction. അപ്പം economic growthും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ച ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ poverty കുറയും. Economic growth widens opportunities and provides the resources needed to invest in human development. This also encourages people to send their children, including the girl child, to schools in the hope of getting better economic returns from investing in education. അപ്പം ആൾക്കാർ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായതിനു ശേഷം ആൾക്കാർ എന്ത് ചിന്തിക്കാൻ തുടങ്ങി? പെൺകുട്ടികളെ അടക്കം എന്ത് ചെയ്യാൻ തുടങ്ങി? സ്കൂളിലേക്ക് വിടാൻ തുടങ്ങി. അവർക്ക് എന്താണ്, ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടും എന്നുള്ളൊരു ഹോപ്പ് കാരണം അവര് അല്ലെങ്കിൽ ആദ്യം ആൺകുട്ടികളെ ആയിരുന്നു അല്ലെ, നമ്മൾ കണ്ടതാണ്. അപ്പൊ ആൺകുട്ടികളെ ആയിരുന്നു സ്കൂളിലേക്ക് വിട്ടത്. അപ്പം പിന്നീട് ഇന്ത്യയില് പെൺകുട്ടികളെ അടക്കം എന്ത് ചെയ്യാൻ തുടങ്ങി? സ്കൂളിലേക്കൊക്കെ വിടാൻ വേണ്ടി തുടങ്ങി. However, the poor may not be able to take direct advantage from the opportunities created by economic growth. അപ്പം എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച ഉണ്ടായി എന്ന് വെച്ചിട്ട് ഏറ്റവും പുവറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെ. 3.5 നിന്നും 6 ആയിട്ട് മാറി അല്ലെ ഗ്രോത്ത് പെർസെൻറ്റേജ്. Moreover, growth in the agricultural sector is much below expectations. This has direct bearing on poverty, as a large number of poor people live in villages and dependent on agriculture. പക്ഷേ അഗ്രികൾച്ചറിൽ ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് ആൾക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം എന്താ, ഇന്ത്യയിലെ മെജോറിറ്റി ആൾക്കാരും കർഷകരാണ് അല്ലെ. കൃഷി ചെയ്യുന്ന കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യയിലെ മെജോറിറ്റി ആൾക്കാർ. അപ്പം കൃഷിയിലൊരു ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ, അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലുള്ള ആൾക്കാരെ വല്ലാണ്ട് എഫക്ട് ചെയ്യുന്ന ഒരു ആസ്പെക്ട് തന്നെയാണ്. In these circumstances, there is a clear need for targeted anti-poverty programs. Although there are so many schemes which are formulated to affect poverty directly or indirectly, some of them are worth mentioning. അപ്പം നമ്മൾ പഠിക്കാൻ പോവാണ് എന്തൊക്കെ മെഷേഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ആന്റി പോവേർട്ടി മെഷേഴ്സ് എന്തൊക്കെയായിരുന്നു, ആന്റി പോവേർട്ടി പ്രോഗ്രാംസ് എന്തൊക്കെയായിരുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിക്കേ നിങ്ങൾ. ഫസ്റ്റ് വൺ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005. ഓക്കെ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 aims to provide 100 days of wage employment to every household to ensure livelihood security in rural areas. അപ്പം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ, അതാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005, 2005. വർഷം നിങ്ങൾ ഓർത്തു വെക്കുക, 2005 വന്നതാണ്. എന്താണ് അതിൽ ഗ്യാരണ്ടി ചെയ്യുന്നത്? 100 ദിവസം.
ഒരു വർഷത്തില് 100 ദിവസം ഗ്രാമീണ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അല്ലെ ജോലി കൊടുക്കുക. അതാണ് ആ ഒരു പ്രോഗ്രാം. എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005. അപ്പം 100 days wage employment to every household to ensure livelihood security in rural areas. Clear ആണോ? യെസ്. അപ്പം അതിനകത്ത് ഓൾസോ എയിംഡ് അറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടു അഡ്രസ് ദി കോസ് ഓഫ് ഡ്രൗട്ട്, ഡീഫോറസ്റ്റേഷൻസ് ആൻഡ് സോയിൽ ഇറോഷൻസ്. അപ്പം സോയിൽ ഇറോഷന്റെയും ഡീഫോറസ്റ്റേഷന്റെയും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലും കൂടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ജോലി കൊടുക്കലാണ്. 1/3 of the proposed jobs have been reserved for women. അപ്പം 1/3 റിസർവേഷൻ എപ്പോഴും ആർക്കാണ്? സ്ത്രീകൾക്കാണ്. അപ്പം ഒരു ജോലി ഉണ്ടെങ്കിൽ സ്ത്രീകൾ അല്ലെ, ഗ്രാമീണ പ്രദേശത്ത് ജോലിയും കൂലിയും അല്ലെ വരുമാനങ്ങളൊന്നും വരാത്ത സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തു. അപ്പം 1/3 ജോബ് ആർക്ക് ഉറപ്പിച്ചു വെച്ചു? അത് സ്ത്രീകൾക്ക് കൊടുത്തു. പുരുഷന്മാർക്കും ജോലി അവസരങ്ങളുണ്ട്. The scheme provided employment to 220 crores person അല്ലെ, 220 കോടി person days for employment to 4.78 crore households. അപ്പം 4.78 കോടി കുടുംബങ്ങളിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ജോലി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത്രയും ആൾക്കാർക്ക് ഒരു ജോലി കൊടുത്ത ഒരു പ്രോഗ്രാം ആണത് അല്ലെ. The share of SC, scheduled caste, scheduled tribes, women person days in the scheme are 23%, 17%, 53% respectively. അപ്പം SC-കാർക്ക് 23%, ST 17%, വിമൻ 53%. അപ്പം വിമന് എന്താണ്? 53% അവിടെ സാധ്യത വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും ആൾക്കാർക്ക് ജോലിയുണ്ട്. ഇനി ഈ ജോലിക്ക് അല്ലെ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർക്ക് കൊടുക്കുന്ന ഇൻകം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കൂലി, അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് കൊടുക്കുന്ന കൂലിയാണ് the average wage has increased from 65 in 2006-07 to 132 in 13-14. അപ്പം ആ പരിപാടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അല്ലെ, തുടങ്ങിയ സമയത്ത് ഒരാൾക്ക് കൊടുത്തിരുന്ന കൂലി എന്ന് പറയുന്നത് 65 രൂപയായിരുന്നു. ഒരു ദിവസത്തേക്ക് 65 രൂപ വെച്ചിട്ടാണ് 2006 കൊടുത്തു തുടങ്ങിയത്. പക്ഷേ 132 രൂപയാക്കി. ഇത് ഗവൺമെന്റ് സപ്ലൈ ആണ് അല്ലെ, 2013 ആയ സമയത്ത്. 2018 എന്ത് ചെയ്തു? Wage rate for unskilled manual workers have been revised state-wise. The range of wage rate for different states and union territories lies in between 281 per day for the workers in Haryana to 168 per day for the workers of Bihar and Jharkhand. അപ്പം ഇപ്പൊ പിന്നെയും കൂടിയിട്ടുണ്ട്. ഇതിപ്പം 2018 കണക്കാ പറഞ്ഞത്. ഇപ്പൊ 2023, 2024 ഈ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. പിന്നെയും കൂടിയിട്ടുണ്ട്. എന്താണ്? 333 അടുപ്പിച്ചോ അങ്ങനെ എന്തോ ഒരു പൈസയാണ് ഇപ്പം കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, സ്റ്റാർട്ടിങ്ങിൽ എത്ര പൈസയാണ് കൊടുത്തത്? 65 ആയിരുന്നു. ഇപ്പം നമ്മളെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേജിന്റെ എമൗണ്ടും കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം പക്ഷെ 281 രൂപയാണ് ഹരിയാനയിൽ കൊടുക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഏതൊരു എമൗണ്ട് ആണ്? ഓരോരോ സ്റ്റേറ്റിനനുസരിച്ച് എന്താണ് വ്യത്യാസം വരുന്നുണ്ട്. 168 ആണ് ബീഹാറിലും ജാർഖണ്ഡിലും കൊടുക്കുന്നത്. അപ്പം ഈ ഒരു റേഞ്ചിലാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേയ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു പ്രോഗ്രാം ആണ്. പേരുകൾ പഠിക്കണേ മക്കളെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന അല്ലെങ്കിൽ PMRY is another scheme which was started in 1993. ഓർമ്മിക്കണേ, റോസ്ഗാർ യോജന എപ്പോഴാ? 1993 റോസ്ഗാർ യോജന. The aim of the program is to create self-employment opportunities for educated unemployed youth in rural areas and small towns. അപ്പം റൂറൽ ഏരിയയിലും സ്മോൾ ടൗൺസിലുമുള്ള നല്ല എഡ്യൂക്കേഷനുള്ള, വിദ്യാഭ്യാസമുള്ള യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുക, സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന.
പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, വർഷം ഓർത്തു വെക്കുക 1993. എന്തായിരുന്നു അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്? എന്തായിരുന്നു? സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേറ്റഡ് unemployed youth in rural areas and small towns. Okay, they are helped in setting up small business and industries. അത് അപ്പം എന്താണ്? സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് അല്ലെ, സ്വയം തൊഴിലാണ്. അപ്പം അവർക്ക് ചെറിയൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കുക. അടുത്ത റൂറൽ, അടുത്തതാണ് ഇത്, മൂന്നാമത്തതാണ് റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, REGP. എന്താണ്? റൂറൽ Employment Generation Program was launched in 1995. 1995 launch ചെയ്തതാണ്. The aim of the program is to create self-employment opportunities in rural areas and small towns. അപ്പം റൂറൽ ഏരിയയിലും സ്മോൾ ടൗൺസിലും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാൻ ആയിരുന്നു റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം 1995. നിങ്ങൾ ആ ഒരു പ്രോഗ്രാമും അതിന്റെ കൂടത്തെ ഇയറും നിങ്ങൾ കമ്പൽസറി ആയിട്ടും ഓർത്തു വെക്കണം. A target for creating 25 lakh new jobs has been set for the program under the 10th 5-year plan. അഞ്ചാം പഞ്ചവത്സര പദ്ധതി, 10th 5-year plan. 5-year plan എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? അതായത് ഒന്നുമില്ല, ഒരു 5 വർഷം നമ്മൾ ഇപ്പം ഒരു 5 വർഷത്തേക്ക് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ കൺട്രിയിൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ, ഒരു 5 വർഷം കൊണ്ട് നമ്മുടെ കൺട്രിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കണം, അത് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനാണ്. 1951 അത് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയാ? 5-year plan. അപ്പൊ ഓരോ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ പുതിയ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ട്, എന്നാലും അതിനെയാണ് നമ്മൾ എന്താ പറയാ? 5-year plan എന്ന് പറയുന്നത്. 10th 5-year plan, 10ാമത്തെ 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, 10ാമത്തെ പഞ്ചവത്സര പദ്ധതി, 10ാമത്തെ പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ 10th 5-year plan. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ടാർഗറ്റ്? എന്താണ്? ക്രിയേറ്റിംഗ് 25 lakh ന്യൂ ജോബ്സ്, 25 ലക്ഷം പുതിയ തൊഴില് കൊണ്ടുവരിക. അടുത്തത് നാലാമത്തെ അല്ലേടാ? നാലാമത്തത് സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്കർ യോജന. Swarna Jayanti Gram Swaroskar Yojana was launched in 1999. അല്ലേ? അപ്പം 1993 കണ്ടു, 1995 കണ്ടു, 1999. The program aims at bringing the assisted poor families above the poverty line by organizing them into self-help groups through a mix of bank credit and government subsidy. അപ്പം ഈ ബിലോ പോവർട്ടി ലൈൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ത്രൂ ബാങ്ക് ക്രെഡിറ്റും ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുക അല്ലെ, കുറഞ്ഞ നിരക്കിൽ കൊടുക്കുക. അങ്ങനെ അതിനാണ് സബ്സിഡി എന്ന് പറയുക. ഓക്കെ, കുറഞ്ഞ പൈസയിൽ കൊടുക്കുന്നതിനാണ് സബ്സിഡി എന്ന് പറയുക അല്ലെ. അപ്പൊ ആ ഒരു സബ്സിഡിയില് പുവർ ഫാമിലീസ് അബവ് ദി പോവർട്ടി ലൈൻ, പോവർട്ടി ലൈനിൽ അബവ് ഉള്ള പുവർ ഫാമിലീസ് by organizing them into self-help groups through a mix of bank credit and government subsidy. അതാണ് SGSY, Swarna Jayanti Gram Swaroskar Yojana. Okay, next under the Pradhan Mantri Gramodaya Yojana, PMGY, Pradhan Mantri Gramodaya Yojana launched in 2000. Additional central assistance is given to states for basic services such as primary health, primary education, rural shelter, rural drinking water and rural electrification. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? പ്രധാനമന്ത്രി ഗ്രാമോദയ യോജനയിൽ വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാ? അത് ഏത് വർഷമാണ് വരുന്നത്? 2000. 1999 കണ്ടു, 2000 എന്താ വന്നത്? PMGY, പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? അസിസ്റ്റൻസ് ഈസ് ഗിവൺ ടു സ്റ്റേറ്റ്സ് ഫോർ ബേസിക് സർവീസസ്. അപ്പൊ ഓരോ സ്റ്റേറ്റിനും ബേസിക് സർവീസസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റൻസ് പ്രധാനമന്ത്രി അതിന്റെ കീഴിൽ വരുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളിലാ ബേസിക് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാ വരുന്നത്?
പ്രൈമറി ഹെൽത്ത് അല്ലെ, നമുക്ക് പ്രാഥമികമായിട്ടുള്ള ഹെൽത്ത്, നമുക്ക് ഫസ്റ്റ് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓടിപ്പോകാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ അല്ലെ. പ്രൈമറി ഹെൽത്ത്, പ്രൈമറി എഡ്യൂക്കേഷൻ, റൂറൽ ഷെൽട്ടർ, അതായത് വീട് അല്ലെ, റൂറൽ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ അല്ലെ, കറണ്ട് ഇല്ലാതാവുക അല്ലെ, നല്ല കറണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടുകൾ നിങ്ങൾക്ക് പഴയ ചിത്രങ്ങളിലൊക്കെ കാണാൻ പറ്റും അല്ലെ, ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിലാ പഠിച്ചത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. കറണ്ട് എന്ന് പറയുന്ന സാധനം നമുക്ക് രാത്രി ലൈറ്റ് വേണം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാ വർക്കുകളും അല്ലെ, ഇത്രയും ചൂടുകാലാണ്, നമുക്ക് ഫാനൊക്കെ വേണ്ടത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇത് വന്നിട്ടുള്ളത് 2000 വന്നിട്ടുള്ളത് കറണ്ട് കൊടുക്കുക അല്ലെ, ഇലക്ട്രിഫിക്കേഷൻ, റൂറൽ ഡ്രിങ്കിങ് വാട്ടർ, റൂറൽ എഡ്യൂക്കേഷൻ, പ്രൈമറി ഹെൽത്ത്, ഇതൊക്കെയാണ് ഇതിന്റെ ഈ ഒരു പദ്ധതിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. Another important scheme is അന്ത്യോദയ അന്ന യോജന. അത് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അന്ത്യോദയ അന്ന യോജന. Results of these programs have been mixed. അപ്പൊ എന്തൊക്കെ പ്രോഗ്രാംസാ നമ്മളിപ്പോ കണ്ടത്? ഏതൊക്കെ പ്രോഗ്രാംസാ കണ്ടത്? ഫസ്റ്റ് വൺ ഏതായിരുന്നു? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005. എന്താ? 100 days വേജ് കൊടുത്തിട്ട് എംപ്ലോയ്മെന്റ് കൊടുക്കുക. ഏത് വർഷം? 2005. അടുത്തത് ഏതാണ്? പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന 1993, PMRY എന്ന് പറയും. എയിം എന്തായിരുന്നു? ടു ക്രിയേറ്റ് സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്ഡ് യൂത്ത് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് സ്മോൾ ടൗൺസ്. തേർഡ് വൺ എന്തായിരുന്നു? റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ REGP ഇൻ 1995. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? to create self-employment opportunities in rural areas and in small towns. അടുത്തത് സ്വർണ ജയന്തി ഗ്രാം സരോസ്കർ യോജന SGSY. ഏത് വർഷമാണ്? 1999. എന്തായിരുന്നു ഇതിന്റെ ടാർഗറ്റ്? to assist the poor families above the poverty line by organizing them into self-help groups through a mix of bank credit ആൻഡ് ഗവൺമെന്റ് സബ്സിഡി അല്ലെ. ഇനി അടുത്തത് ഏതായിരുന്നു? പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന അല്ലെങ്കിൽ PMGY 2000 വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അഡീഷണൽ സെൻട്രൽ അസിസ്റ്റൻസ് ഈസ് ഗിവൺ ടു സ്റ്റേറ്റ്സ് ഫോർ ബേസിക് സർവീസസ് സച്ച് ആസ് പ്രൈമറി ഹെൽത്ത്, പ്രൈമറി എഡ്യൂക്കേഷൻ, റൂറൽ ഷെൽട്ടർ, റൂറൽ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ. വേറൊന്നെന്തായിരുന്നു? അന്ത്യോദയ അന്ന യോജന AAY അല്ലെ. അപ്പം ഇതിന്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു മിക്സഡ് റിസൾട്ട്സ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയും പ്രോഗ്രാംസ് അല്ലെ, പോവേർട്ടി ആന്റി പോവേർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് മസ്റ്റ് ആയിട്ടും ഇയറും അതിന്റെ ടാർഗറ്റും മസ്റ്റ് ആയിട്ടും ഓർത്തിട്ട് വെക്കണം. ഓക്കെ. So, one of the major reasons for less effectiveness is the lack of proper implementation and right targeting. അപ്പൊ ഇതിന്റെ സക്സസ് റേറ്റ് കുറയാൻ കാരണം എന്താ? ഇത്രയും പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നു, എല്ലാം സക്സസ് ആയില്ല. ഇത് സക്സസ് റേറ്റ് കുറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്ന്, കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്നതിനേക്കാളും കൂടുതൽ പ്രയാസം അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് ഗാർഡനിങ് തുടങ്ങുകയാണ് നമ്മുടെ വീട്ടിൽ. അപ്പൊ ഗാർഡനിങ് തുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങുക എന്ന് പറയുന്നതല്ല അതിൽ പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത്. എന്താണ്? തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ കൃത്യമായിട്ട് നനച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കൊണ്ടുവരണം. അതുപോലെ ഇവിടെ കുറെ പ്രോഗ്രാംസ് തുടങ്ങി എന്നല്ലാതെ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ടാർഗറ്റിംഗ് ആരൊക്കെയാണെന്നൊന്നും ടാർഗറ്റ് ചെയ്തിട്ടില്ല. അപ്പം അത് അതിന്റെ ഒരു ഫ്ലോപ്പ് ആവാനുള്ള ഒരു റീസൺ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. Moreover, there has been a lot of overlapping of schemes. അപ്പം ഓവർലാപ്പിംഗ് അല്ലെ, ഒരു സ്കീമിൽ വന്ന ആൾക്കാർ റൂറലിൽ തന്നെ കുറെ കൊണ്ടുവന്നു, എല്ലാ സ്കീമിലും ആൾക്കാർ അല്ലെ, ഓവർലാപ്പിംഗ്. അപ്പം കുറെ ആൾക്കാർക്ക് കിട്ടിയില്ല, കുറെ ആൾക്കാർക്ക് ഓവർലാപ്പ് ആയി പോയി, അങ്ങനത്തെ പ്രശ്നങ്ങൾ. Despite good intentions, the benefits of these schemes are not fully reached to the deserving poor. Therefore, the major emphasis in recent years is on proper monitoring of all the poverty alleviation programs. അപ്പം ഇപ്പം നമ്മൾ നോക്കുന്നത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ
ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഇപ്പം ഉള്ളത്. ചാലഞ്ചസ് ahead എന്തൊക്കെയാണ്? Poverty has certainly declined in India, but despite the programs, poverty reduction remains India's most compelling challenge. അപ്പം ഇന്ത്യയിൽ എന്തായാലും പോവർട്ടി ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും നമ്മൾ ഫുൾ കംപ്ലീറ്റ് അല്ലെ എല്ലാ ആൾക്കാർക്കും പോവർട്ടി ഇല്ല എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് വന്നിട്ടില്ല. അപ്പൊ പക്ഷെ ഇന്ത്യയിൽ ഇനിയും എന്തുണ്ട്? പോവർട്ടി ഉള്ള ആൾക്കാർ ഉണ്ട്. അത് നമ്മളുടെ ഒരു ചാലഞ്ച് ആണ്. Wide disparities in poverty are visible between rural and urban areas and among different states. അല്ലെ ഡിഫറെന്റ് നമ്മൾ ഫസ്റ്റ് കണ്ടു അല്ലെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് എന്താ കണ്ടത്? ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിന് ഡിഫറെന്റ് ആയിട്ടുള്ള പോവർട്ടി ആണ് അല്ലെ. ചില സ്ഥലങ്ങളിൽ ബീഹാറിലൊക്കെ ഭയങ്കര പോവർട്ടിയാണ്, കേരളത്തിൽ അത്ര പോവർട്ടി ഇല്ല അല്ലെ. അതേപോലെ തമിഴ്നാട് അവർക്കൊന്നും അത്ര പോവർട്ടി ഇല്ല. അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിന് ഡിഫറെന്റ് ആയിട്ടുള്ള പോവർട്ടിയാണ്. Certain social and economic groups are more vulnerable to poverty. അല്ലെ കുറച്ച് സോഷ്യൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കുറച്ച് എക്കണോമിക് ഗ്രൂപ്പ്സ് പ്രത്യേകം നമ്മൾ കണ്ടു അല്ലെ. ഏതാണ്? ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാര് എന്താണ്? കുറച്ചും കൂടി വൾണറബിൾ ടു പോവർട്ടി ആണ്. അവര് ഇന്നും പോവർട്ടിയിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരുപാട് മെഷേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ ഇന്നും പോവർട്ടിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കാണുന്നത്. Poverty reduction is expected to make better programs in the next 10 to 15 years. അപ്പോൾ നമ്മൾ പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളൊരു നെക്സ്റ്റ് കമ്മിങ് 10-15 ഇയേഴ്സിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. This would be possible mainly due to higher economic growth, increasing stress on universal free elementary education, declining population growth, increasing empowerment of the women at the economically weaker sections of the society. അപ്പം എങ്ങനെയൊക്കെ നമുക്ക് ഈ പോവർട്ടി ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റുക? ഓക്കെ, പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? This would be possible mainly due to higher economic growth. അല്ലെ നമുക്ക് സാമ്പത്തികമായിട്ട് വളർച്ച വേണം. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഫ്രീ എലിമെന്ററി എഡ്യൂക്കേഷൻ. അപ്പം എല്ലാ ആൾക്കാർക്കും ഫ്രീ ആയിട്ടുള്ള എലിമെന്ററി എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെ. ബേസിക് ആയിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാ ആൾക്കാർക്കും കൊടുക്കാനുള്ള അതൊന്ന് സ്ട്രെസ് ചെയ്യുക. പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കുക അല്ലെ. ഇപ്പൊ ഒരു ഫാമിലിയിൽ നമ്മൾ നേരത്തെ കണ്ടു ഫാമിലി ഓഫ് 8 എന്നൊക്കെ പറയുന്ന സമയത്ത് അത്രയും ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളൊരു സ്ഥിതി വേണം അല്ലെ. അത്രയും ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥിതി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ആ പോപ്പുലേഷൻ കുറയ്ക്കുക, ആൾക്കാരുടെ നമ്പർ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ. അപ്പം നമ്മൾ പോപ്പുലേഷൻ കുറയ്ക്കുക. അപ്പം ഇപ്പൊ വരുന്ന എന്താണ്? 2 മക്കൾ മതി അല്ലെങ്കിൽ ഒരു കുട്ടി മതി എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. കാരണം നമ്മുടെ കയ്യിൽ പോവർട്ടി കുറയ്ക്കാനുള്ള മെഷേഴ്സ് ആണ് അല്ലെ. എല്ലാ ആൾക്കാർക്കും ഒരു ഒപ്റ്റിമത്തിൽ ഒരാൾ കൂടുക എന്ന് പറയുന്ന സമയം നമ്മൾ കണ്ടു നേരത്തെ ഒരു സിസ്റ്റർ എന്തായിപ്പോയി, ഒരു ബേർഡൻ പോലെയാണ് കണ്ടത് അല്ലെ. അപ്പൊ എന്താണ്? ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് പോപ്പുലേഷൻ, ഇൻ ടോട്ടൽ പോപ്പുലേഷന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്ത്രീകൾക്ക് എംപവർമെന്റ് കൊടുക്കുക അല്ലെ. എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കുക സ്ത്രീകൾക്ക്, കുറച്ചും കൂടി അല്ലെ. റൂറൽ ഏരിയാസിലൊക്കെ സ്ത്രീകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ള ടാർഗറ്റ്. അപ്പൊ അവർക്കും പൈസ വരും. ദ എക്കണോമിക്കലി വീക്കർ സെഷൻസ് ഓഫ് ദി സൊസൈറ്റി. പൈസ ഇല്ലാത്ത ആൾക്കാർക്കും ജോലി കൊടുത്തിട്ട് അവർക്ക് കുറച്ച് പൈസ അവരുടെ വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. Official definition of poverty, however, captures only a limited part of what poverty really means to people. അപ്പം official definition of poverty, however, captures only a limited part of what poverty really means to people. അപ്പം നമ്മൾ എപ്പോഴും പോവർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥയാണ്. പക്ഷേ ബാക്കി കുറെ പോവർട്ടീസ് ഉണ്ട് അല്ലെ. ഇറ്റ് ഈസ് അബൌട്ട് എ മിനിമം സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് ലിവിങ് rather than a reasonable level of living. അപ്പൊ റീസണബിൾ എന്നുള്ള കാര്യമല്ല നമ്മൾ പോവർട്ടി എന്ന് പറയുമ്പോൾ മിനിമം എന്നാണ് നോക്കുന്നത് അല്ലെ. Many scholars advocate that we must broaden the concept into human poverty. A large number of people may have been able to feed themselves. അപ്പം നമ്മൾ കുറച്ചും കൂടി ഈ പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടിയിട്ട് ഒരു ബ്രോഡർ ആസ്പെക്റ്റിൽ വേണം നമ്മൾ പോവർട്ടീനെ കാണാനും അതിന് വേണ്ട ഫെസിലിറ്റീസ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടും അല്ലേ. യെസ്, eradication of poverty is always a moving target.
Hopefully, we will be able to provide the minimum necessary in terms of only income to all people by the end of the next decade. അപ്പോൾ അടുത്തൊരു ഡെക്കാഡോട് കൂടി നമുക്ക് ഈ ഒരു പോവർട്ടി അല്ലെ, പോവർട്ടി എന്ന് പറയുന്ന സാധനം നമുക്ക് ഇൻകത്തിന്റെ ബേസിസിലാണെങ്കിലും വേറെ എന്തൊരു ക്വാളിറ്റീന്റെ ബേസിസിലാണെങ്കിലും നമുക്ക് പോവർട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാറ്റാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറ്റും. But the target will move on for many of the bigger challenges that still remain providing health care. അപ്പം പോവർട്ടി എന്ന് പറയുമ്പോൾ ഫുഡ് മാത്രമല്ല, ഹെൽത്ത് കെയർ ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ജോബ് സെക്യൂരിറ്റി ഉണ്ട്, ആൻഡ് അച്ചീവിങ് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഫോർ ദി പുവർ. ഓക്കെ, ജെൻഡർ ഈക്വാലിറ്റി, പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് ജെൻഡർ ഈക്വാലിറ്റി ഇല്ല അല്ലെ, നമ്മൾ കണ്ടു. അതായത് 160 ആണ് മെയിൽസിന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 100 ആണ് ഫീമെയിലിന് കൊടുക്കുന്നത്. രണ്ടും സെയിം ജോലിയല്ലേ ചെയ്യുന്നത്, പക്ഷെ അവിടെ എന്ത് കാണുന്നുണ്ട്, ജെൻഡർ ഇൻഈക്വാലിറ്റി കാണുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, ഹെൽത്ത് ഫെസിലിറ്റി കിട്ടണം, എഡ്യൂക്കേഷൻ കിട്ടണം അല്ലെ, ഇതൊക്കെ കൂടെ നമുക്ക് പോവർട്ടി എന്ന് പറയുന്ന ടോപ്പിക്കിൽ റിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റണം. ദീസ് ഈവൺ ബിഗർ ടാസ്ക് അല്ലെ. നമുക്ക് ഒരാൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുക, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾക്കൊപ്പം തന്നെ നമുക്ക് വേണ്ട വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഡ്രസ്സ് കിട്ടുക എന്നുള്ളതിന്റെ ഒപ്പം തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഈ ജെൻഡർ ഇൻഈക്വാലിറ്റി ഒക്കെ പരിഹരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റണം. അത് കുറച്ചും കൂടി എന്താണെന്ന് പറയാം, കുറച്ചും കൂടെ ബിഗർ ടാസ്ക് ആണെന്ന് പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചെറിയൊരു ചാപ്റ്റർ ആണ്, നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്, പോവർട്ടിയുടെ ഡിഫറെന്റ് ആസ്പെക്ടുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക കേട്ടോ. പോവർട്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതിനകത്ത് നിങ്ങൾ ആന്റി പോവർട്ടി മെഷേഴ്സ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ വർഷങ്ങള് ആന്റി പോവർട്ടി പ്രോഗ്രാംസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഓരോ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.